Hello and welcome back to another video on daily use ചെറിയ sentences. ഇന്നത്തെ വീഡിയോയിൽ SAME same എന്ന വാക്കുകൊണ്ടുള്ള വാചകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Same എന്ന് വെച്ചാൽ ഒരേ തരത്തിലുള്ള, വളരെ സാമ്യമുള്ള, അതുപോലെ എന്നീ അർത്ഥങ്ങളാണ്. Okay, so let's start. നീ 10 കൊല്ലം മുമ്പ് കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നുവോ അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും. നീ 10 കൊല്ലം മുമ്പ് കാണുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും. You look exactly the same as you did 10 years ago. You look exactly the same as you did 10 years ago. അപ്പോൾ ഇവിടെ exactly the same, ഒരു തരി വ്യത്യാസം പോലുമില്ലാതെ അതേപോലെ എന്ന അർത്ഥമാണ് ഇവിടെ. As you did 10 years ago എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മുമ്പത്തെ പോലെ തന്നെ എന്ന മീനിങ് ആണ് ഇവിടെ. ഇവിടെ നമ്മൾ യു ലുക്ക് എക്സാക്ട്ലി ദ സെയിം ആസ് യു ഡിഡ് 10 years ago എന്നതിന് പകരം നിങ്ങൾക്ക് ആസ് യു ലുക്ഡ് 10 years ago. അപ്പോൾ നീ യു ലുക്ക് എക്സാക്ട്ലി ദ സെയിം ആസ് യു ലുക്ഡ് 10 years ago എന്ന് പറയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ഇംഗ്ലീഷ് ആണ് ആസ് യു ഡിഡ് 10 years ago. എനിക്കും അതിനെക്കുറിച്ച് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്കും അതിനെക്കുറിച്ച് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. I too feel exactly the same about it. I too feel എന്ന് പറഞ്ഞാൽ ഞാനും, I too എന്ന് പറഞ്ഞാൽ ഞാനും, feel exactly the same. The same പറഞ്ഞാൽ അതേപോലെ തന്നെ, exactly the same about it. അപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് അതേപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഫീൽ എക്സാക്ട്ലി ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് യു ലുക്ക് എക്സാക്ട്ലി ദ സെയിം. ഇവിടെ ഫീൽ എക്സാക്ട്ലി ദ സെയിം. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിനക്കും ഇത് തന്നെയാ അനുഭവപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ തോന്നിയിരിക്കുക. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിനക്കും ഇതുതന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ തോന്നിയിരിക്കുക. Felt the same if you had been in my place. You would have felt the same. ഇവിടെ നമ്മൾ സെയിം ആണ് ഉപയോഗിക്കുന്നത്. ഫീൽ ദ സെയിമിന്റെ പാസ്റ്റ് ടെൻസ് ആണ് felt the same. അപ്പോൾ നീ എൻ്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ, അതായത് നീ എൻ്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ, അപ്പൊ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊരു കണ്ടീഷണൽ ടെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് യു ഹാഡ് ബീൻ ഇൻ മൈ പ്ലേസ്, ആയിരുന്നെങ്കിൽ, യു വുഡ് ഹാവ് ഫെൽറ്റ് സെയിം, എനിക്ക് തോന്നിയ പോലെ നിനക്കും തോന്നിയിരിക്കും. യു വുഡ് ഹാവ് ഫെൽറ്റ് ദ സെയിം ഇഫ് യു ഹാഡ് ബീൻ ഇൻ മൈ പ്ലേസ്. ഫ്ലൈ ഓവറിന്റെ പണി തീർന്നാൽ ഭൂമി വില ഇപ്പോഴത്തെ പോലെ ആവില്ല. ഫ്ലൈ ഓവറിന്റെ പണി തീർന്നാൽ ഭൂമി വില ഇപ്പോഴത്തെ പോലെ ആവില്ല. ഇപ്പോഴത്തെ വില തുടരില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില നിലനിൽക്കില്ല. Once the flyover is completed, land prices will not remain the same as now. Remain the same എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിലകൊള്ളുക. അപ്പോ ഇവിടെ നിലകൊള്ളില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ will not remain the same. അപ്പോ അതുപോലെ നിലകൊള്ളും, will remain the same. അതുപോലെ നിലകൊള്ളില്ല, will not remain the same. അവന് എപ്പോഴും അതേ ഒഴികഴിവ് അല്ലെങ്കിൽ കാരണമാണ് ഉള്ളത്. അവന് എപ്പോഴും അതേ കാരണമാണ് ഉള്ളത്. He always has the same reason. He always, അവന് എപ്പോഴും has the same reason. Same, അതേ, reason, ഒഴികഴിവ് അല്ലെങ്കിൽ കാരണം. has the same reason. പുതിയ കോൺട്രാക്ട് പഴയതുപോലെ തന്നെ ആയിരിക്കും. പുതിയ കോൺട്രാക്ട് പഴയതുപോലെ തന്നെ ആയിരിക്കും. The new contract will be the same as the old one. The new contract, പുതിയ കോൺട്രാക്ട് will be the same as the old one. As the old one, പഴയതുപോലെ തന്നെ, will be the same, അതുപോലെ തന്നെ ആയിരിക്കും പുതിയ കോൺട്രാക്റ്റും. രമേശ് ഇല്ലാത്തതിനാൽ കാര്യങ്ങൾ പഴയതുപോലെ ആവില്ല. രമേശ് ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ രമേശ് ഇല്ലാത്തത് കൊണ്ട് പഴയതുപോലെ ആവില്ല.
തിങ്സ് വോണ്ട് ബി ദ സെയിം വിതൗട്ട് രമേശ്. വിതൗട്ട് രമേശ് എന്ന് പറഞ്ഞാൽ രമേശ് കൂടാതെ അല്ലെങ്കിൽ രമേശ് ഇല്ലാതെ തിങ്സ് വോണ്ട് ബി ദ സെയിം. തിങ്സ് കാര്യങ്ങൾ വോണ്ട് വിൽ നോട്ട് ബി ദ സെയിം മുന്നത്തെ പോലെ ആവില്ല അല്ലെങ്കിൽ പഴയതുപോലെ ആവില്ല. അതായത് രമേശ് ഉള്ളപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ ആവില്ല രമേശ് ഇല്ലാതിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. ആ റോഡിലെ വീടുകളെല്ലാം കാണാൻ ഒരേപോലെയാണ്. ആ റോഡിലെ അതായത് ആ റോട്ടിലുള്ള വീടുകളെല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കുന്നു. All the houses on that road look the same. All the houses on that road look the same. Look the same എന്നാൽ കാണാൻ ഒരേപോലെയാണ് അല്ലെങ്കിൽ കാണാൻ ഒരേപോലെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, all the houses on that look the same. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. The houses on that road all look the same. The houses on that road all look the same. അവ രണ്ടിന്റെയും രുചി എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. അവ രണ്ടിന്റെയും രുചി എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. They both taste the same to me. They both taste the same to me. They both എന്ന് പറഞ്ഞാൽ അവ രണ്ടും taste the same to me. എനിക്ക് അവ രണ്ടിന്റെയും ടേസ്റ്റ് the same ആയിട്ടാണ് തോന്നുന്നത്, ഒരേപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ SAME എന്ന വാക്കുകൊണ്ടുള്ള പലതരം സെന്റൻസുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് സെന്റൻസസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ്